Hello guys, welcome. എൻ്റെ പേര് സെൻ ജാൻസൺ and this is സരിത ശ്രീനിവാസ്. Yes. ഞങ്ങൾ ഇന്ന് മുതൽ നിങ്ങളെ ഒരു പുതിയൊരു ഡാൻസ് ഫോം പഠിപ്പിക്കാൻ പോകുന്നു. Its name is Bachata. Yes, Bachata. Now, Latin forms ആയിട്ടുള്ള 3 ഫോംസ് ആണ് നമുക്കുള്ളത്. അതിൽ 3 കൂടുതലുണ്ട്. ബട്ട് നമുക്ക് മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത് സാൽസ, ബച്ചാട്ട, കിസോംബ. ഇതിനകത്ത് സാൽസ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, വളരെ ഫേമസ് ആണ് സാൽസ. ബട്ട് ഇതിനകത്ത് ബച്ചാട്ടയാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്റെ ഫേവറേറ്റ് is of course bachata and kizomba. Sarith's favorite? Bachata and salsa. Yes, salsa. Okay. അപ്പോൾ anyway, നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബച്ചാട്ട. ഈ ബച്ചാട്ട എവിടെന്നാ ഒറിജിനേറ്റ് ചെയ്തെന്ന് നമുക്ക് അറിയണ്ടേ? ഇത് ഉത്ഭവം എന്ന് പറയുന്നത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലാണ്. 1960s ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഇത് ഉത്ഭവിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ തിരുവാതിര കളി, ഒപ്പന കളി, അല്ലെങ്കിൽ കോൽക്കളി, കൈകൊട്ടിക്കളി ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ മാർഗം കളിയൊക്കെ ചെയ്യുന്ന പോലെ അവരുടെ രാജ്യത്ത് അവരുടെ ഫാമിലി ആയിട്ടും അമ്മയായിട്ടും സഹോദരിമാരായിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അവർ വീടുകളിൽ നിന്ന് ചെയ്തു തുടങ്ങിയ ഒരു ആർട്ട് ഫോമാണ്. പിന്നീട് അത് പാർട്ടികളിലേക്കും എല്ലാം ട്രാൻസ്ഫോം ചെയ്ത ഒരു സോഷ്യൽ ഡാൻസ് ഫോമാണ് ബച്ചാട്ട, കിസോംബ, സാൽസ എന്ന് പറയുന്നത്. അതിനകത്ത് ബച്ചാട്ടയാണ് നമ്മൾ വിളിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളിത് സോഷ്യൽ ഡാൻസ് എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഷ്യലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ഏത് സിറ്റിയിൽ പോയാലും ലാറ്റിൻ സോഷ്യൽസ് അവൈലബിൾ ആണ്. നമ്മളുടെ കൊച്ചിയിലും അവൈലബിൾ ആണ്. ഞാൻ വാട്സൺസ് എന്ന് പറയുന്ന ഒരു പബ് ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചിയിൽ പബ് ഉണ്ട്, MG റോഡിൽ. വാട്സൺസ് പബ്ബിൽ എല്ലാ തിങ്കളാഴ്ചയും 8 മണി തൊട്ട് ഞാനൊരു പാർട്ടി കണ്ടക്ട് ചെയ്യുന്നു. ഇറ്റ്സ് കോൾഡ് സാൽസ മൺഡേ ബൈ സെന്റ് ജാൻസൺ. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടൊപ്പം വേണമെങ്കിലും ഡാൻസ് ചെയ്യാം. അതായത് ഡാൻസ് അറിയുന്ന ആൾക്കാരോടൊപ്പം ഡാൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പാട്ടുമായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെറിയൊരു വർക്ക്ഷോപ്പ് എടുക്കും. ഒരു 10-20 മിനിറ്റ്സിന് ഒരു വർക്ക്ഷോപ്പ് എടുക്കും. അത് നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് ബച്ചാട്ട പഠിക്കാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറൊപ്പം ഡാൻസ് ചെയ്യാം, ഫ്രണ്ടിനൊപ്പം ഡാൻസ് ചെയ്യാം, നിങ്ങളുടെ ചേച്ചിയോടൊപ്പം ഡാൻസ് ചെയ്യാം, അനിയത്തിയോടൊപ്പം ഡാൻസ് ചെയ്യാം, അമ്മയോടൊപ്പം ഡാൻസ് ചെയ്യാം. അതല്ല, എൻ്റെ കുറേ ഫ്രണ്ട്സും പിന്നെ സ്റ്റുഡൻസൊക്കെ അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് അവരുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് തന്നെ സോഷ്യൽ ഡാൻസിങ് എന്ന് പറയുന്നത്. നമുക്കിത് അത് പരിചയപ്പെടണം എന്നൊരു യാതൊരു നിർബന്ധമില്ല. We can ask for the nice lady's hand and if they say yes, നമുക്ക് അവരോടൊപ്പം ഡാൻസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് തന്നെ സോഷ്യൽ ഡാൻസ്. നമുക്ക് ഇതിൻ്റെ പേര് നമുക്ക് പരിചയപ്പെടുകയോ അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും ലാറ്റിൻ സോഷ്യൽസിന് പോയാൽ നമുക്ക് ആരോടൊപ്പം വേണമെങ്കിലും ഈ സ്പെസിഫിക് മ്യൂസിക്കിൽ സാൽസ, ബച്ചാട്ട, കിസോംബ മ്യൂസിക്കിൽ നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ബച്ചാട്ടയാണ്. മൂന്നിൻ്റെയും മ്യൂസിക് ഡിഫറെൻ്റ് ആണ്, ബേസിക് ഡിഫറെൻ്റ് ആണ്, ടെക്നിക്സ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ വൺ സിമ്പിൾ ടെക്നിക് കോൾഡ് ലീഡ് ആൻഡ് ഫോളോ. നമ്മൾ ലീഡ് ചെയ്യുന്നു, അവർ ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ.